ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഈവനിങ് റൊട്ടീനാണ് കേട്ടോ. വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്നും എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. വൈകുന്നേരം ഒരു 4:45 സമയത്ത് ഞാനൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തണുപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ല വൈകുന്നേരം ആകുമ്പോഴത്തേക്കും. അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ. ചെടിയൊക്കെ ഒന്ന് നനക്കാനുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാലല്ലേ നല്ല തണുപ്പും ആ ഒരു മൂടലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് പുറത്ത് അങ്ങനെ നിൽക്കാൻ കഴിയില്ല കേട്ടോ. മാത്രമല്ല നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുകയല്ലേ, ചെടിക്കൊക്കെ നനക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം ഇറങ്ങിയിട്ടുള്ളത്. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല റെക്കോർഡ് തണുപ്പാണ് കേട്ടോ. സൈക്കിൾ തണുപ്പാണ്. വൈകുന്നേരം തൊട്ടങ്ങ് തുടങ്ങും, അതുപോലെ തന്നെ രാവിലെ കേട്ടോ. പകൽ മുഴുവൻ എന്ന് വേണമെങ്കിൽ പറയാം. വെയിലത്ത് ഇറങ്ങിയാൽ മാത്രമേ നമുക്കൊരു രക്ഷയുള്ളൂ, അല്ലെങ്കിൽ അകത്ത് തന്നെയാണെങ്കിൽ ഫുൾ ടൈം തണുപ്പ് തന്നെയാണ്. അപ്പോൾ ഇതാ എൻ്റെ ബൊഗൺവില്ലയൊക്കെ ഒന്ന് നനച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കറിവേപ്പിലൊക്കെ ഒന്ന് നനച്ച് കൊടുക്കും കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെയും താഴേക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്നിടവിട്ടിട്ട്, ഡെയിലി നനക്കേണ്ട കാര്യമില്ല, തണുപ്പ് കിട്ടുമല്ലോ താഴ്ന്ന്. അപ്പോൾ ഒന്നിടവിട്ട് നനച്ച് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല തളിര്, നല്ല പുതിയ ഇലകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മാഷാഅല്ലാ ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് മഴ കഴിഞ്ഞ ഉടനെ കറിവേപ്പിലൊക്കെ ഒരു സമയത്ത് ഇങ്ങനെ കറിവേപ്പില പോകുന്നത് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ കറുത്തിട്ട് അതുപോലെ തന്നെ ലീഫെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാഷാഅല്ലാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തണുപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം നന്നാവുമല്ലോ. അങ്ങനെ ഇനി എൻ്റെ മറ്റേ ഇതില്ലേ നമ്മളെ ബോൾസും ചെടിയില്ലേ, അതിലിങ്ങനെ അതിന് പെട്ടെന്ന് കേടുവരുമല്ലോ. ഞാനതാണ് കേട്ടോ ഈ വെക്കാത്തത്. കാരണം അതിന് നല്ല കെയർ വേണ്ടൊരു ചെടിയാണത്. ഉണ്ടായാൽ നല്ല ഭംഗിയാണ്, പക്ഷേ അത് ഈ പോട്ട് മാറ്റലും അതുപോലെ തന്നെ പെട്ടെന്ന് കേട് വരും. പുഴുക്കേടാണെങ്കിലും അല്ലാത്തതാണെങ്കിലൊക്കെ ഇൻഫെക്ഷനൊക്കെ പെട്ടെന്ന് വരും. അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഈ നമ്മൾ വളക്കടയിൽ നിന്ന് വളമൊക്കെ വാങ്ങുന്ന കടയിൽ പറഞ്ഞു കൊടുത്താൽ ഒരു പാക്കറ്റിൽ, ചെറിയൊരു പാക്കറ്റിൽ ഒരു പൗഡർ വരും കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയും കൂടെ ചെയ്തു. എല്ലാത്തിനും അടിച്ചു കൊടുത്തു കേട്ടോ. കാര്യം ഇനിയിപ്പോൾ അതങ്ങ് സ്പ്രെഡാവും പെട്ടെന്ന്, പിന്നെ നോക്കുക വേണ്ട കേട്ടോ, അങ്ങ് പോവുകയാണ് ചെയ്യുക. എന്തായാലും ഇപ്പോൾ 1-2 ഉള്ളൂ. അപ്പോൾ അതൊന്ന് റെഡിയായി വന്നാൽ പിന്നെ വലിയ പ്രശ്നമില്ല. ഇനിയിപ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡ് ഒന്ന് റെഡിയാക്കി വെക്കണം. ഉണ്ടാക്കുന്നില്ല, എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം എന്താണെങ്കിലും. ഈ സമയത്ത് ഞാൻ ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി പരത്തി ചിലപ്പം ചുട്ടു വെക്കും, ഇല്ലെങ്കിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചുടുക. അങ്ങനെ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കും. കഞ്ഞിയാണെങ്കിൽ ഈ സമയത്ത് തന്നെ അടുപ്പത്ത് വെക്കും കേട്ടോ. എന്നാൽ പിന്നെ അതവിടെ കിടന്ന് ലോ ഫ്ലെയിമിൽ കിടന്ന് അങ്ങനെ വെന്ത് വന്നോളൂല്ലോ. അപ്പം മഗ്‌രിബ് നമസ്കാരമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫാക്കിയിട്ട് പോയാൽ പിന്നെ നമസ്കാരം ഓതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാനും പറ്റുമല്ലോ. അപ്പം അങ്ങനെ ചൂടോടെ കഴിക്കാൻ കേട്ടോ ചെയ്യുക. പിന്നെ നമ്മൾ രാത്രി കുറച്ച് വൈകിട്ട് കിച്ചണിലേക്ക് വരികയില്ല കേട്ടോ. വേഗം തീർത്തിട്ട് പോകാൻ നോക്കുക ചെയ്യുക. കാര്യം പ്രത്യേകിച്ച് വർക്ക് ഏരിയയിലൊക്കെ തണുപ്പുകൊണ്ട് നമുക്ക് നിൽക്കാനേ കഴിയില്ല. അകത്തന്നെ പറ്റില്ല. വർക്ക് ഏരിയയിലൊന്നും എന്താ പറയുക, നമുക്ക് എന്താ പറയുക, ചിന്തിക്കുകയേ വേണ്ട നിൽക്കുന്ന കാര്യം. അപ്പം നമ്മൾ വേഗം തീർത്തിട്ട് അകത്തേക്ക് പോകും എന്താണെങ്കിലും. ഇന്നിപ്പോൾ ഞാനൊരു സ്പെഷ്യൽ പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് റെസിപ്പി എടുത്തതാണ്. ഇതാ സാദാ പുട്ടുപൊടി, ഞാൻ നമ്മളെ അജ്മീൻ്റെ ഒക്കെ പുട്ടുപൊടിയില്ല, അങ്ങനത്തെ ഏത് പുട്ടുപൊടിയോ വേണമെങ്കിലും എടുക്കാം. അതെടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് പാലൊന്ന് ഇളം ചൂട് കേട്ടോ, തിളച്ച് പോവുക, ഓവർ ചൂടാവരുത്. ഇളം ചൂടുള്ള പാൽ കൊണ്ട് നമ്മൾ സാധാ പച്ചവെള്ളം ഒന്ന് ഒഴിച്ചിട്ടിട്ട് കുതിരാൻ വേണ്ടി വെക്കുമല്ലോ, നനക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കുറച്ച്, അതിനൊരു അളവൊന്നുമില്ല കേട്ടോ, നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് പാലെടുക്കാം. എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു 10 മിനിറ്റാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ പുട്ടുണ്ടാക്കുന്ന ആ ഒരു പെർഫെക്റ്റിലേക്ക് നനഞ്ഞിട്ടില്ല, അത്ര മതി കേട്ടോ. എന്നിട്ട് ഒരു 2 ചെറിയ ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചെരുകിയതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്ത് കേട്ടോ, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുക. പിന്നെ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണേ. അത് ആ നനയ്ക്കുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തോ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട്, പിന്നെ ഞാൻ ബട്ടർ ഇതുപോലെ മെൽറ്റായത് കേട്ടോ, അതും കൂടെ ചേർത്തിട്ട് മൊത്തത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. പഞ്ചസാര ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് 2-3 കൂട്ടിയ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്. ഭയങ്കര ടേസ്റ്റുള്ളൊരു എന്താ പറയുക, ഒരു ബട്ടർ മിൽക്ക് പുട്ട് എന്നൊക്കെ പറയാം.
സൂപ്പർ ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്കൊരു ലൈറ്റ് മധുരത്തിൽ ഇത് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനിയിപ്പം മധുരം വേണ്ടാത്തവർക്ക് നന്നായിട്ട് കുറക്കാം കേട്ടോ. ആ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു ചെറിയ മധുരപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായാൽ തന്നെ നല്ല രസമാണ്. ഒരു കട്ടൻ ചായയോ പാലൊഴിച്ച് ചായയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളറിയാണ്ട് തന്നെ കഴിച്ചു പോകട്ടോ. ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ എപ്പോഴും ഉണ്ടാക്കേണ്ട ബട്ടറും കാര്യങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. ആ ഒരു സ്നാക്സിൻ്റെ സമയത്തൊക്കെ അവർ ചോദിക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. അതുപോലെ തന്നെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടിനുള്ളതൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി വെച്ചു. ഇപ്പം തന്നെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മദ്രസ വിട്ടിട്ട് കുട്ടികളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പുട്ടിനെ കുഴച്ച് വെച്ചില്ലേ, ഇനി നമസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് പോയിട്ട് ഒന്ന് ആക്കി എടുക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്ക് ഏട്ടത്തിയും അളിയനും കുഞ്ഞുമോനും മുഹമ്മദും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റൊരൊന്നുമില്ല, ഒരു വൈത്തിരിയാണല്ലോ. അപ്പോൾ മുഹമ്മദിനെ കൂട്ടിയിട്ട് ഇവർ വന്നതാട്ടോ. അങ്ങനെ പിന്നെ ചായ വെച്ചു, അവർക്ക് ചായയൊക്കെ കൊടുത്തു. അപ്പോൾ റഫീക്ക വന്നിട്ടില്ല കേട്ടോ. റഫീക്ക വന്നിട്ട് പോവുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ മുഹമ്മദിന് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ചവർ വൈത്തിരിയിൽ എത്തുമ്പോഴത്തേക്ക് മോന് ഉറക്കം വന്ന് പിന്നെ ഭക്ഷണം കഴിക്കാത്തൊരു വാശിയും കുറുമ്പൊക്കെ ആവില്ലേ. അപ്പം അങ്ങനെ കുറച്ച് ചോറുണ്ടായിരുന്നു, അപ്പോൾ അത് ഓന് കൊടുത്തു കേട്ടോ. മുഹമ്മദ് വേഗം വന്നിട്ട് അകത്ത് കയറിയിട്ട് റഫീഖാൻ്റെ റൂമിലേക്ക് ഓടിപ്പോയിട്ട് അവിടെ റഫീഖ കിടന്ന കട്ടിലേക്ക് നോക്കുകയാണ് കേട്ടോ. ഇവൻ്റെ വിചാരം റഫീഖ ഇനി സ്ഥിരമായിട്ട് ഇവിടെ കിടക്കുന്നതാണ്. ഓടി വന്ന് നോക്കിയിട്ട് പപ്പ അവിടെ പപ്പ എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. എവിടെയെന്ന് ചോദിക്കാൻ അറിയില്ല. അപ്പോൾ ഇവിടെ കാണുന്നില്ലല്ലോ, ഇവൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വരുമ്പോൾ റഫീഖ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് കേട്ടോ, നമ്മളൊന്നും പറയണ്ട, അകത്തേക്ക് ഇങ്ങനെ സ്ട്രിപ്പിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചാൽ തന്നെ ഓടും ആ റൂമിലേക്ക് കേട്ടോ. അപ്പം അങ്ങനെ ചോദിക്കലായിരുന്നു കേട്ടോ റഫീഖ. പിന്നെ ചോദിക്കൽ ഇത് റഫീക്ക എവിടെയാണെന്ന് ചോദിക്കുമായിരുന്നു എന്ന് പറഞ്ഞതാണ്. പിന്നെ റഫീക്ക വന്നു. ഇനിയിപ്പോൾ അവർക്ക് ചായ കൊടുക്കട്ടെ. ആ ഒരു സമയം തന്നെ ഞാൻ എൻ്റെ പുട്ടും കൂടെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ ഇടയിൽ തേങ്ങ കൊടുത്തിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൽ തേങ്ങ ചേർത്തതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. ഒന്നുകൂടി ടേസ്റ്റാണ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒട്ടും പിന്നീട് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ക്യാരറ്റ് ആണെങ്കിലും അതെ, തേങ്ങയാണെങ്കിലും അതെ, ബട്ടർ ആണെങ്കിലും അതെ, നല്ല എത്ര ചേർത്ത് കൊടുത്താലും നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അത് പിന്നെ ബാക്കിയെല്ലാം സാധാ പോലെ തന്നെ. ഇനി ഞാൻ പുട്ടപ്പൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അതിന് കൂടെ തന്നെ കുറച്ച് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ പാൽ ചായ ആണെങ്കിലും അല്ലെങ്കിൽ കട്ടൻ ചായ ആണെങ്കിലും രണ്ടും അടിപൊളി തന്നെയാണേ. പിന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് കുറഞ്ഞു പോയല്ലോ എന്ന് കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് ഒരു കാര്യം. പിന്നെ ചിലപ്പം എല്ലാവർക്കും നമ്മൾ ലെങ്തി വീഡിയോ ഇടുമ്പോൾ കാണാനുള്ളൊരു ടൈം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു 10-20 മിനിറ്റ് ആ ഒരു രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് കണ്ടു തീർക്കാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലും കൂടെ ഞാൻ ഒന്ന് ലെങ്ത്ത് ചെറുതായിട്ടൊന്ന് കുറച്ചതാണ് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഒരു സമയം ഞാൻ പറഞ്ഞില്ലേ, കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാനൊന്നും ലെങ്ത്ത് ഒന്ന് കുറച്ചതാണ്. അപ്പോൾ എഡിറ്റിംഗ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഈസി ആവുന്നുണ്ട്. കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ലെങ്ത്ത് കുറക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, ലെങ്ത്ത് ഒരുപാട് കുറവാന്നൊക്കെ പറഞ്ഞിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അങ്ങനെ അവർ പോയിട്ടാണ്, അവർക്ക് ചായക്ക് കൊടുത്തു. അവർ പുട്ടൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല, മുഹമ്മദ് ചോറ് കഴിച്ചു. അങ്ങനെ പിന്നെ അവർ പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഇതിപ്പോൾ എനിക്കും റഫീഖക്കും കൂടെ ഉള്ളതാണ്. വാവ ചപ്പാത്തി തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. രാത്രി നമ്മൾ എന്തുണ്ടാക്കിയാലും ചപ്പാത്തി തന്നെയാണ് കഴിക്കുക. ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കത്തെ. അപ്പോൾ അത് ആണ് കഴിക്കുന്നത്. ചപ്പാത്തി നമ്മൾ മഗ്‌രിബിൻ്റെ സമയത്ത് തന്നെ ഉണ്ടാക്കി വെക്കുക. മഗ്‌രിബിന് മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, നല്ല സോഫ്റ്റാട്ടോ പുട്ടുപൊടി. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, നല്ല പുട്ടുപൊടിയാണെങ്കിൽ സ്വാഭാവികം സോഫ്റ്റ് ആകുമല്ലോ. നല്ല സോഫ്റ്റാണ്. നമ്മൾ മറ്റേതൊക്കെ ചേർത്താലും നല്ല ടെക്സ്ചർ കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു പഴമോ അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ. വെറുതെ തന്നെ നമുക്കിങ്ങനെ കഴിക്കാം.
ചായയും ഒന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു എന്താ പറയുക ഹെൽത്തിയുമാണ്. പിന്നെ ആ ഒരു ബട്ടറിൻ്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് നമുക്കിങ്ങനെ കിട്ടും കേട്ടോ. സൂപ്പറാണ്. എന്തായാലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. എനിക്ക് തോന്നുന്നത് നമ്മൾ സൺഡേയിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു ചെറിയ മടിയല്ലേ, ഒന്ന് വൈകി കുറച്ച് സമയം ഒന്ന് കിടന്നിട്ടും ഇരുന്നിട്ടും അല്ലെങ്കിൽ പണിയെടുക്കാതെ ഒന്ന് പുറത്തിരുന്നിട്ടും. ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ. പുറത്ത് കുറച്ച് സമയം ഇരിക്കും, അല്ലെങ്കിൽ ചെടിയിൽ കുറച്ച് സമയം നിൽക്കും. അതൊക്കെ ഒരു മടീൻ്റെ ഭാഗമാണ്. അത് വേറെ കാര്യം. സൺഡേ അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് നമുക്ക് സൺഡേയിൽ ഒരു സ്പെഷ്യലും ഇല്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ സ്പെഷ്യൽ ഞാൻ ഉദ്ദേശിച്ച് ഒരു പ്രത്യേകതയൊന്നുമില്ല. കാര്യം റഫീഖൊക്കെ എന്തായാലും ഡ്യൂട്ടിക്ക് സാധാ പോലെ തന്നെ നമുക്ക് ഉച്ചവരെ അങ്ങനെ തന്നെയാണ്. കാര്യം റഫീഖൊക്കെ എന്തായാലും ഡ്യൂട്ടിക്ക് ആ കറക്റ്റ് സമയത്ത് തന്നെ പോകണം. അപ്പോൾ നമുക്കൊരു മാറ്റം അതിൽ വരുന്നില്ലല്ലോ. പക്ഷേ എന്തോ ഒരു ലീവുള്ള പോലെയാണ് മൈൻഡിന് ഫീൽ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒരു റിലാക്സ് ചെയ്തിട്ടാണ് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങുക. അപ്പോൾ അന്നത്തെ ദിവസമൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഒരു ചായ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ പുട്ടല്ലേ, അതിൻ്റെ കൂടെ വേറൊന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നല്ലതാണ്. എന്നാൽ നല്ല റിച്ചായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. പിന്നെ കുട്ടികളൊക്കെ വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ സൺഡേ അവർക്ക് നല്ലതൊക്കെ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുമല്ലോ, വെറൈറ്റി നല്ലതൊക്കെ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ 2-3 കാര്യം അതിൽ വരുന്നുണ്ട്. പിന്നീട് ഞാൻ ഇശാ നമസ്കാരത്തിനൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ കിച്ചണിലേക്ക് വന്നിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതായത് നമ്മൾ ആ ഒരു ഉണ്ടാക്കി, ഇന്നിപ്പോൾ ഭയങ്കരമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്നാലും നമ്മൾ കഴിച്ചയും അങ്ങനത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കുന്നത്. നമ്മളെപ്പോൾ കിച്ചണിൽ കുക്ക് ചെയ്യുകയാണെങ്കിലും അത് അപ്പം തന്നെ തുടച്ച് ക്ലീൻ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ പാത്രമൊക്കെ കഴുകിയാൽ നമ്മൾ കുക്ക് ചെയ്ത് പാത്രം കഴുകിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ സിങ്കും കൂടെ ഒന്ന് കഴുകി ആ ഒരു ഏരിയയും കൂടെ കഴുകി ക്ലീൻ ചെയ്തൊന്ന് ഡ്രൈ ആക്കി വെക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്താലേ നമ്മൾ സിങ്കും അതുപോലെ തന്നെ എത്ര പഴയതാണെങ്കിലും എത്ര പുതിയതാണെങ്കിലും നമ്മൾ സിങ്കും അതുപോലെ തന്നെ ആ ഒരു ഏരിയയും ടാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി ക്ലീൻ ആക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ എന്താ പറയുക, ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രാണികളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കണം. നമ്മൾ എന്തായാലും അത് പ്രിപ്പയർ ചെയ്യണം, ഉണ്ടാക്കും. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ക്ലീനിങ്ങും പാത്രവും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടാവും. അത് ചെയ്ത് അത് കറക്റ്റ് ഒരു എന്താ പറയുക 1 by 1 ആയിട്ട് തന്നെ അത് ചെയ്തു പോവുക കേട്ടോ. അപ്പം മാത്രമല്ല നമുക്ക് വേറെ എന്തൊക്കെ പണിയുണ്ടെങ്കിലും ഈ കുക്കിംഗ് നമ്മൾ ചെയ്യൂലേ, കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത സാധനങ്ങൾ തിരിച്ചെടുത്ത് വെക്കുക. അതുപോലെ തന്നെ അധിക പാത്രങ്ങൾ എടുക്കാതെ മിനിമൽ പാത്രത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. കഴുകി അതന്നെ ഉപയോഗിച്ചാൽ മതി ഒരു ദിവസം യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേഗം നമ്മൾ ഫുഡ് കഴിച്ചതാണെങ്കിലും ഇനി ഉണ്ടാക്കിയതാണെങ്കിലും വേഗം കഴുകി കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വെക്കുക. അത് എടുത്ത് വെക്കൽ പിന്നെ ആയാലും കഴുകലാണല്ലോ നമുക്ക് മടി വരുന്നത്. എന്നെ സംബന്ധിച്ചോളം അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കഴുകി കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വെക്കൂട്ടാ. പിന്നെ നമ്മൾ വെള്ളം പോയിട്ട് എടുത്ത് വെച്ചാലും മതി, ഉണങ്ങിയിട്ട് എടുത്ത് വെച്ചാലും മതി. അപ്പോൾ പാത്രം കഴുകുക എന്നുള്ള, അല്ലെങ്കിൽ സിങ്കിലേക്ക് നോക്കുമ്പോൾ പാത്രം അവിടെ ഉണ്ടാവരുത്. എനിക്ക് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കിച്ചൺ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ഈസിയാണ്. പണി എന്ന് പറഞ്ഞാൽ അടിക്കുക, തുടക്കുക, നീറ്റാക്കുക അങ്ങനത്തെ കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ കേട്ടോ. കിച്ചണിലേക്ക് വരുമ്പോൾ എനിക്ക് പാത്രം കഴുകുക എന്നുള്ളൊരു പണിയായിട്ട് എനിക്കത് അവിടെ ഉണ്ടാവലേ ഇല്ല. കാര്യം അങ്ങനെ ഒരു പെൻഡിങ് ഞാൻ വെക്കലേ ഇല്ല. ഇപ്പം രാവിലത്തതാണെങ്കിലും അല്ലെങ്കിൽ വൈകുന്നേരത്തൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ കിച്ചൺ ക്ലീനിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. പാത്രമൊക്കെ കഴുകി സിങ്കൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച്. ഇന്നിപ്പോൾ കൗണ്ടർ ടോപ്പ് തുടക്കൽ വലിയ ടാസ്ക് ഒന്നുമില്ല. കാര്യം നമ്മൾ എണ്ണയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ജസ്റ്റ് പുട്ടാണ്. അപ്പോൾ ഞാനൊന്ന് വൈപ്പ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ കേട്ടോ. രാവിലെ എണീറ്റിട്ട് ആ ഒരു നീറ്റായിട്ടുള്ള കിച്ചൺ കാണുമ്പോൾ, ഒരു ഓർഗനൈസ് ചെയ്ത് നമ്മൾ തലേ ദിവസം നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള കിച്ചൺ കാണുമ്പോഴാണ് നമുക്കൊരു ക്ലീൻ മൈൻഡും ഉണ്ടാവുക കേട്ടോ. പെട്ടെന്ന് എനിക്കങ്ങനെയാണ്, പെട്ടെന്ന് പണികളൊക്കെ സ്റ്റാർട്ടാക്കാനും ഒരു ഉഷാറോട് കൂടി, എന്തിനു പറയുന്നത്, കിടക്കുന്നിടത്തുനിന്ന് നല്ല ഉഷാറോട് കൂടി എണീറ്റ് വരാനും കൂടെ എനിക്കത് കാരണമാവാനുണ്ട് കേട്ടോ. ഒരു ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത്. പിന്നെ എൻ്റെ ഒരു ഫ്രീ ടൈമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് അതുപോലെ തന്നെ വലിയ പണി വൈകുന്നേരമല്ല, വലിയ പണികളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ട്. അലക്കിയിടുന്ന സമയത്താണല്ലോ തുണികൾ മടക്കാനുണ്ടാവുള്ളൂ, ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും റൊട്ടീനും ചെറിയ ചേഞ്ചൊക്കെ ഉണ്ടാവും.
ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് വീഡിയോൻ്റെ ചിലപ്പോൾ വൈകുന്നേരം ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ടൈം അതിനായിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കുറച്ച് എഡിറ്റിങ്ങിനായിട്ടൊക്കെ ഇരിക്കലുണ്ട്. അതൊന്നും അല്ലെങ്കിൽ ചില ദിവസം മടിച്ചിരിക്കാറുണ്ട് കേട്ടോ. ഒന്നും ചെയ്യാതെ മടിച്ചെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കൂലേ, ഒരു അങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. ചില ദിവസം നമുക്ക് അങ്ങനെയല്ല, ഒന്നും ചെയ്യാൻ തോന്നില്ലല്ലോ. അപ്പോൾ ഫോണൊക്കെ കണ്ട് വെറുതെ ഇരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ വ്ളോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഈ ഒരു ബ്യൂട്ടി കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ നോക്കാനും കാണാനും ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനത്തതൊക്കെ ചെടികളത് അതൊക്കെ ഞാൻ ഫോണിൽ കാണുക. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വെറുതെ ഇരിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെ പണിയെടുത്തോണ്ട് നടക്കുമൊന്നുമല്ല കേട്ടോ ചെയ്യുക. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ അല്ലേ. ചിലപ്പോൾ റഫീഖ വൈകി വരും, അപ്പോൾ അതിന് അത്രയും സമയം നമുക്കുണ്ടാവും, ചിലപ്പോൾ നേരത്തെ വരും, അങ്ങനെയൊക്കെ. അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് ടേബിളിൻ്റെ ഏരിയ, അതുപോലെ തന്നെ ലിവിങ് ഏരിയ, ഡൈനിങ് ഹോളിലൊക്കെ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടൊക്കെ വലിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ടേബിളിലൊക്കെ നമ്മൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവെക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അതൊക്കെ സ്ഥാനത്തേക്ക് വെച്ച് ഒന്ന് നീറ്റാക്കി വെക്കണം. ഒന്ന് നീറ്റാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തുടച്ച് ക്ലീനാക്കി അതല്ല, ഒന്ന് ഒതുക്കി പെറുക്കി വെക്കും. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ എണീറ്റ് വരുമ്പോൾ രാവിലെ ഒരു കാണുന്നൊരു കാഴ്ച നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള, രാവിലെയും നല്ല നമ്മളെപ്പോഴും നമ്മൾ കാണുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. അത് കണ്ട ലിവിങ്ങൊക്കെ ഒന്ന് ആ ഒരു കുഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കും. എന്തെങ്കിലും അവിടെ നമ്മൾ വായിച്ചതോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടല്ലോ അതൊന്ന് ഓർഗനൈസ് ചെയ്തിട്ടൊന്ന് എടുത്ത സാധനങ്ങൾ എടുത്തെടുത്ത് വെക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ നമ്മളെ വീട് നല്ല നീറ്റായിട്ട് എപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫീല് കിട്ടും കേട്ടോ. അടുക്കളയിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാത്രം, ചെറിയ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ അകത്ത് നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്ക് ഒരു പരിധി വരെ എനിക്ക് വീട് നീറ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റലുണ്ട് കേട്ടോ. എന്നാൽ വലിയ പ്രയാസം ഇല്ലാതെ പറ്റാറുമുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു കേക്ക് റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ക്രിസ്മസിനാണെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് സമയമൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. അല്ലാതെ ഇപ്പോൾ നമുക്കൊരു കേക്കൊക്കെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ നമുക്കൊരു കേക്കൊക്കെ കഴിക്കാനൊക്കെ ഉള്ളൊരു കൊതിയൊക്കെ വരില്ലേ കുട്ടികൾക്കാണെങ്കിലും. അപ്പോൾ അങ്ങനെ നല്ല ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കേക്കാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. എഗ്ഗൊന്നും ആവശ്യമില്ല ഇതിലേക്ക്. അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ, ഒരു 1/4 കപ്പ്, കപ്പളവിൻ്റെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കപ്പളവ് എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ എല്ലാ അളവും ഒരു ഗ്ലാസ് എടുത്തോ, എന്നിട്ട് ഞാൻ പറയുന്ന എല്ലാ അളവും അത് കപ്പായിട്ട് കണക്കാക്കിയിട്ട് അതിലെടുക്കുക കേട്ടോ. അത് മറന്നുകൊണ്ടാ. അപ്പോൾ ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചു വെച്ചു. പകുതി ഞാനിപ്പോൾ ഈ ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ അത് അവിടെ ഇരിക്കട്ടെ. ഇതുപോലെ മെൽറ്റായി ഇളക്കി കൊടുക്കുക, ഒന്നും ചെയ്യണ്ട കേട്ടോ, കരിഞ്ഞു പോകരുത്. ഇതുപോലെ മൊത്തത്തിലൊന്ന് മെൽറ്റായി വരുമ്പോൾ ജസ്റ്റ് മിക്സ് ആക്കി കൊടുക്കുക. ഇനി അവിടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരും കേട്ടോ. മേലെ ഭാഗം ഇങ്ങനെ പത പോലെ വരും, കരിഞ്ഞു പോകരുത് കേട്ടോ. ഫ്ലെയിം ഒന്നും കൂട്ടിയിട്ടാ. ഇതുപോലെ ഈ പത വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് പച്ചവെള്ളം പതുക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിലാട്ടോ നമുക്ക് കിട്ടേണ്ടത് ഒരു സ്ട്രോങ് കട്ടൻ ചായ, ആ ഒരു കളറിലേക്ക്. അത് ഡാർക്കായി പോയാൽ നമ്മളെ കേക്കിന് കയ്പ്പ് ടേസ്റ്റ് വരുവേ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടിയൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. കാരമലൈസ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയില്ലേ, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അത് ഞാൻ ബ്ലാക്ക് ഈ രീതിയിലാണ് എടുത്തിട്ടുള്ള ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ കുഴഞ്ഞുള്ള ഈത്തപ്പഴം എടുക്കണ്ട, കുറച്ച് സ്റ്റിഫായിട്ടുള്ള തന്നെ എടുക്കുക. അത് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വേറെയുള്ള ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുക, മറ്റേ മുന്തിരി ചേർത്ത് കൊടുക്കുക. ഇത് ഇങ്ങനത്തെ ബ്ലാക്ക് മുന്തിരി ആണെങ്കിൽ കുരുവില്ലാത്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അവിടെ വെക്കുക. ചെറുതായിട്ടൊന്ന് കുറുകി വരണം, ഒന്ന് സോക്കായിട്ടും വരണം കേട്ടോ. അതവിടെ ഉണ്ട്. ഇനി ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ കുറച്ചൊന്ന് റെഡിയാക്കുന്നുണ്ട്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും കൂടെ ചേർത്തൊന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയും മതി. ഇനി ആ സമയമാകുമ്പോഴത്തേക്കും നമ്മളെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു മിക്സ് ഇല്ലേ, അത് ഇതുപോലെ ആയിട്ടുണ്ട്. കുറച്ചൊരു ഗ്രേവി പോലെ ആവണം, ഒരുപാട് അങ്ങ് തിക്കാവണ്ട കേട്ടോ. കട്ടിയായി ഇങ്ങനെ കല്ല് പോലെ ഒന്നും ആയിപ്പോയത്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ ഇല്ലേ, അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അതിൽ നിന്ന് ഒരു പിഞ്ച്
അത്രയും ചേർത്ത് കൊടുക്കുക. ഇത്രയും മതി. ഒന്ന് മിക്സ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക കേട്ടോ. ആ ഗ്രാമ്പു പൊടിച്ച് നമുക്കവിടെ ആവശ്യമുണ്ട് കേട്ടോ, അതവിടെ മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ ആ ഒരു മിക്സ് കാരമൽ ചെയ്ത് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, തണുക്കട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര്, പുളിയുള്ള സാധാ തൈര് കേട്ടോ, 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു തരിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മിക്സ് ആക്കി എടുക്കട്ടെ, ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയില്ലേ, അത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു സ്പൂൺ കൊണ്ട് ചെയ്താൽ മതി കേട്ടോ, വിസ്കൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പഞ്ചസാരക്ക് അതിലൊന്ന് ചേർന്ന് വരണം, ഒന്ന് മെൽറ്റായിട്ട് വരണം, അങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല്, ഇത് ചൂടുള്ളതല്ല കേട്ടോ, റൂം ടെമ്പറേച്ചറിൽ വേണം നമ്മളെല്ലാം എടുക്കാൻ, ഒരുപാട് തണുപ്പും ചൂടൊന്നും പാടില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കുക, അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഇതിലേത് വേണമെങ്കിലും എടുക്കുക. 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുക. മെഷർമെൻറ്റ് ഇതിൽ കറക്റ്റ് ആയിരിക്കണം കേട്ടോ, അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം, ഇതുപോലെ എണ്ണയും ഇതൊക്കെ ഒന്ന് വേറിട്ട് നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ മൈദേൻ്റെ മിക്സ് ഇല്ലേ, അത് പകുതിയോളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. പകുതി നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ആ ഒരു സമയം നമ്മൾ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇല്ലേ, കാരമൽ ചെയ്ത, അതൊക്കെ അവിടെ തണുത്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു ബിരിയാണി പോട്ടാണ് എടുത്തത്. നിങ്ങൾക്കൊരു അലുമിനിയത്തിൻ്റെ ചരുവോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇനി ഒരു തട്ട് വെച്ച് കൊടുക്കുക, അതിലേക്ക് ഒരു പാത്രം എന്തെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. അതൊന്നുകൂടെ ഒന്ന് ചൂടായിട്ട് വരട്ടെ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ കേക്ക് ബാറ്റർ ഒഴിക്കുന്ന മോൾഡും കൂടെ ഒന്ന് ഞാനൊന്ന് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിലാക്കിയിട്ട് ബട്ടർ പേപ്പർ ആക്കിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതും അവിടെ സെറ്റാണ്. ഇനി നമ്മൾ ബാക്കിയുള്ള മൈദയിലേക്ക് ഒരു 10 കാഷ്യൂനട്ട് ഒന്നിങ്ങനെ പൊട്ടിച്ചെടുക്കുക കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ ഫൈനായിട്ട് പൊടിഞ്ഞു പോകരുത്. എന്നിട്ട് അതൊന്ന് മൈദയിൽ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കേക്ക് റെഡി ആവുന്ന സമയത്ത് നമ്മൾ കാഷ്യൂനട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ നമ്മൾ കേക്ക് റെഡി ആയിട്ട് വരുമ്പോൾ അല്ലേ എല്ലാം കൂടെ ഇങ്ങനെ അടിയിൽ പോകും. അങ്ങനെ ചെയ്യരുത്, അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. ഇങ്ങനെ ചെയ്താൽ എല്ലായിടത്തും അതിങ്ങനെ ഈവണായിട്ട് നിന്നോളൂ കേട്ടോ. പിന്നെ നമ്മൾ കാരമൽ ചെയ്തിട്ടില്ല, അത് തണുത്തത്, അത് മൊത്തത്തിൽ ഞാൻ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ടൈറ്റല്ലേ, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ പാല് സാധാ പാലാണ് കേട്ടോ, ചൂടുള്ളതല്ല, അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ നേരത്തെ ഗ്രാമ്പു പൊടിച്ച് വെച്ചില്ല, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ മിക്സ് ആക്കിയതാ, ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തില്ല, ആ പാല് മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്ചറിലാണ് നമ്മളെ ഒരു ബാറ്റർ ഉണ്ടാവേണ്ടത്. ഇതിനേക്കാളും കട്ടിയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കുക. ഇതിനേക്കാൾ ലൂസായിട്ട് ഒരിക്കലും പോകരുത് കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ ലൂസായി പോയാൽ നിങ്ങൾ കുറച്ച് മൈദ ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ തന്നെ നിങ്ങൾക്ക് കിട്ടണേ, എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളേ. ബാക്കിയുള്ള കാര്യമൊന്നും ശ്രദ്ധിക്കാനില്ല, നല്ല ഈസി ആയിട്ട് നമുക്ക് എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ ഞാൻ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ഓവനിലാണെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇതിലാണ് ബേക്ക് ചെയ്യുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 50 മിനിറ്റൊക്കെ, ഒരു 40-45 മിനിറ്റൊക്കെ നോക്കിയിട്ട് ഓപ്പൺ ആക്കി നോക്കിയിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ ഓഫാക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ അത് നോക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ. ഓവനിലാണെങ്കിൽ അതുപോലെ തന്നെ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് 10 മിനിറ്റ് പ്രീഹീറ്റ് കൊടുത്തതിന് ശേഷം 180 ഡിഗ്രിയിൽ കുക്ക് ചെയ്തെടുക്കുക, ബേക്ക് ചെയ്തെടുക്കുക. അതും ഇതുപോലെ തന്നെ ഒരു 45 മിനിറ്റ് നോക്കുക. അതിന് ശേഷം റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെയും വെച്ച് കൊടുക്കുക കേട്ടോ ടൈമൊക്കെ. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ മുകളിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് വെച്ച് കൊടുത്തിട്ടുണ്ടായില്ല, അതുകൊണ്ട് അത് ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അത് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടേ. ഇപ്പോൾ ഇതാ എനിക്കൊരു 50-55 മിനിറ്റോളം വന്നിട്ടുണ്ട് കേട്ടോ കുക്കിംഗ് ടൈം. അത് ഓരോരുത്തർക്കും നമ്മൾ ഒഴിച്ച പാത്രത്തിനനുസരിച്ചൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അതൊന്നും എന്താ പറയുക, നിങ്ങളെ പാത്രത്തിനനുസരിച്ചും ഓവണിനനുസരിച്ചൊക്കെ വ്യത്യാസപ്പെടുവേ. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഓവണിന്നാണെങ്കിൽ എങ്ങനെയാണെങ്കിലും കുക്കായിട്ട് നോക്കുന്ന സമയത്ത് മേലെ ഭാഗം ഒട്ടുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇതാ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ കേക്ക്, നമ്മളെ പ്ലം കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊന്ന് കട്ട് ചെയ്തിട്ടും കൂടെ കാണിച്ചു തരാം. ഇത് ശരിക്കും നമ്മൾ അവിടെ വെച്ചിട്ട് ഉണ്ടാക്കിയ അന്ന് അവിടെ വെച്ചിട്ട് 1-2 അടുത്ത ദിവസമോ അല്ലെങ്കിൽ
തൊട്ടടുത്ത ദിവസം 2 ദിവസമൊക്കെ കൂടുമ്പോൾ കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്ക് എന്താ പറയുക, ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ആക്കി നോക്കിക്കോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതെല്ലാം നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ കൊടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തുമായിട്ടാണ് ഉള്ളത്. അതുതന്നെയാണ് ഇതിൻ്റെ പെർഫെക്റ്റായിട്ട് വന്നു എന്ന് പറയുന്ന അടയാളം അതുതന്നെയാണ്. ഇത് കണ്ട എല്ലാ ഭാഗത്തുമായിട്ടുണ്ട്. പിന്നെ നല്ല കറക്റ്റ് സോഫ്റ്റ് ടെക്സ്ചറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയല, സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് വീണ്ടും ഇങ്ങനെ കഴിക്കാൻ തോന്നും കേട്ടോ. കടയിലത്ത് നമുക്കിങ്ങനെ മടുപ്പ് വരില്ല. എനിക്കിഷ്ടമല്ല പ്ലം കേക്ക്. എന്നാൽ വീട്ടിലുണ്ടാക്കുന്ന പ്ലം കേക്ക് ആ ഒരു രീതിയിലല്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റാണേ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ റീഡ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഇൻഷാ അല്ലാഹ് ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.